അപ്പൊ എന്നെ കണ്ടപ്പോ തന്നെ ഞാൻ റിപ്പോർട്ട് എന്തിയാ ചോദിച്ചത്, ആള് പെട്ടെന്ന് അകത്തേക്ക് പോയി കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് തോന്നി എന്തോ ഇതാണെന്ന്. അപ്പോഴും അതിനകത്ത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, മാലിഗ്നൻസി പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഞാൻ വിശ്വസിച്ചിട്ടില്ല. കാരണം നമ്മുടെ ഒരു ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ ഒരു വിദൂരമായ ഒരു ഇതാണ്, ഒന്നും വരികയില്ല നമുക്കോ എന്നുള്ള ചിന്തയാണ്. അത് ഞാൻ ഓവർ കോൺഫിഡൻസ് എനിക്ക് കുറച്ചധികമായിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും തോന്നുന്നില്ല, ഞാൻ തന്നെ എന്നെ തന്നെ നോക്കിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേഷൻസ് വന്നപ്പോൾ എൻ്റെ സ്കൂളിലെ ഹെഡിന്, പുള്ളിക്കാരൻ്റെ വൈഫിന് ക്യാൻസർ ആയിരുന്നു. ഉം, ഉം, അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന റിപ്പോർട്ടൊക്കെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ലക്ഷ്മി വെച്ചുകൊണ്ടിരിക്കണ്ട പറഞ്ഞിട്ട്, സാറാണ് ഈ പറഞ്ഞ പോലെ ശ്രീശങ്കരയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ക്യാൻസറിന് വേണ്ടി മാത്രമുള്ളതാണ് ആ ഉം, ഹോസ്പിറ്റൽ. ഉം, ഞാനിപ്പോൾ കണ്ടതിൽ വെച്ച് ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇതിന് വേണ്ടിയുള്ള മാത്രമുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ഇൻഫെക്ഷനും കാര്യങ്ങൾ, പനി അങ്ങനത്തെ ഇതൊക്കെ കുറേ ഇങ്ങനെ ഉം, സേവ് നമ്മുടെ ഇമ്മ്യൂണിറ്റി പോയി കിടക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. ഉം, വേറെ അസുഖങ്ങളൊന്നും വരുന്നില്ല. പിന്നെ അവർ തരുന്നൊരു കെയർ, ഇപ്പോൾ നമ്മൾ പുറത്തൊരു ഹോസ്പിറ്റലിൽ പോയാലും അവർക്ക് നമ്മുടെ ആ ഒരു ഫീലിംഗ് മനസ്സിലാവണമെന്നില്ല. ഒരു ക്യാൻസർ പേഷ്യൻറ്റിനോട് മറ്റൊരു ഇപ്പോൾ ഒരു ഈവൻ ഒരു ബ്ലഡ് എടുക്കുന്നതാണെങ്കിൽ പോലും ചിലപ്പോൾ മറ്റൊരു നോർമൽ പേഴ്സൺ എടുക്കുന്ന പോലെ ആയിരിക്കില്ല ക്യാൻസർ പേഷ്യൻ്റ് ഉം, എടുക്കുമ്പോൾ. ഇങ്ങനെ അവിടെ പോയി അവിടെ ഞാൻ കാണുന്നത് ഒരു നമുക്കിങ്ങനെ ലാംഗ്വേജ് വൈസാണ് ഡോക്ടേഴ്സിനെ തന്നെ. അപ്പം ഞാൻ കണ്ടത് ഒരു ശ്രീറാം പറഞ്ഞിട്ടൊരു മലയാളി ഡോക്ടറായിരുന്നു. അപ്പോഴും ഡോക്ടർ എന്നോട് പറഞ്ഞു ലക്ഷ്മി 90% കൺഫേം ആണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു രാത്രി ഒരു 11:30 ആ സമയത്താണ് ഞാൻ പോയിട്ട് അഡ്മിറ്റ് ആവണത്. അപ്പോൾ ഉം, ലൈക്ക് ഒരു എന്താ പറയണേ, ഈ ഹോസ്പിറ്റൽ ഒരാൾക്ക് വേണ്ടി മാത്രം തുറന്നിരിക്കുക അറിയില്ല എന്നുവെച്ചാൽ എല്ലാവരും പോയി, അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു, എല്ലാവരും പോയി. പക്ഷേ ഈ റിസപ്ഷനിൽ ഇങ്ങനെ ഒരാൾ അഡ്മിറ്റ് ആവും എന്നുള്ളതിൽ ഇങ്ങനെ അവർ നമുക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അതും ഒരു രാത്രി സമയം, നമുക്ക് ആരും കാണാനൊന്നും പറ്റില്ല. അങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക്. പക്ഷേ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ആ ഒരു വൈകിയതാണ് ആ ഒരു ഇത് വന്നത്. ലിംഫ് നോഡ്സ് കയറിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഉം, ഉം, കേറിപ്പോയി. ഉം, ഇനിയിപ്പോ ഉം, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എനിക്കറിയാം അത് കേറി. ഇനിയിപ്പോ അത് ട്രാവൽ ചെയ്യും. അത് ട്രാവൽ ചെയ്തോണ്ടാണല്ലോ ഇപ്പൊ എന്റെ ലെഫ്റ്റ് സൈഡ് മൊത്തം അശൻ കേറി പിടിച്ചിരിക്കുന്നത്. ഉം. അപ്പൊ പിന്നെ ഇനിയിപ്പോ പുള്ളി എന്താ വെച്ചാ ചെയ്യട്ടെ വിചാരിച്ചു നമ്മൾ ഈ സൈഡ്. ഈ ആർട്ടിക്കിൾ മനോരമയിൽ എഴുതുന്നതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ സ്റ്റെപ്പ് എടുത്തതിന് ശേഷം പിന്നെ അത്യാവശ്യം സംസാരിക്കാനുള്ള സ്പേസിൽ വന്നു തുടങ്ങി. നിങ്ങളുടെ വർത്തമാനം കൊള്ളാമെന്നുള്ളത് കൊണ്ട് ആൾക്കാർ ഇത് കേട്ടിരിക്കും. അപ്പോൾ നമുക്ക് പറയാനൊരു ആത്മവിശ്വാസം കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവാം. പക്ഷേ എങ്കിലും ചില നെഗറ്റീവ്സ് ഒക്കെ വരുന്ന സമയത്ത് അതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്തു പോകണേ? നമുക്ക് ആവശ്യഘട്ടങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും നമ്മുടെ സ്വന്തം ആരാണ്, ആരായിരുന്നു നമുക്ക് ചുറ്റുമുള്ളത് എന്ന് പറയും. അപ്പോൾ മെയിൻലി നെഗറ്റീവ് കമൻസ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നതിൽ നെഗറ്റീവ് കമൻസ് വരലുണ്ട്. ഉം, ഉം, അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ആ പൃഥ്വിരാജായിട്ടുള്ള വീഡിയോസ് കുറേ അതങ്ങനെ പോയിട്ടും അങ്ങനെ ഒരു നെഗറ്റീവ് കമൻസ് പോലും വന്നിട്ടില്ല. പക്ഷേ ഏതോ ഒരെണ്ണത്തിൽ അതിങ്ങനെ ഇങ്ങനെ ലൈക്ക് ഷെയർ ചെയ്ത് പോയപ്പോൾ ഏതോ ഒരെണ്ണത്തിൽ ഇങ്ങനെ കണ്ടു. എന്നിട്ടും ലിപ്സ്റ്റിക്ക് ഇട്ടിരിക്കുന്നു എന്നുള്ളൊരു ഇത് കണ്ടു. ഞാൻ മറുപടി കൊടുത്തില്ല. ജസ്റ്റ് എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഒരു പേഴ്സണൽ ഇതല്ല. എന്ന് വെച്ചാൽ ഞാൻ കീമോയ്ക്ക് പോയപ്പോൾ ലിപ്സ്റ്റിക് ഇട്ട ആളാണ്. അത് എൻ്റെ അഹങ്കാരമല്ല, ഒന്നുമല്ല. അത് എന്ന് വെച്ചാൽ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ്. ലൈക്ക് എനിക്കെന്ന് വെച്ചാൽ ഞാൻ ആ നമ്മുടെ എന്താ പറയുക ഡാൻസർ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചിങ്ങനെ ഫിസിക്കൽ അപ്പിയറൻസ് സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു എൻ്റർലി ഡിഫറൻ്റ് ആയ ഒരു അവസ്ഥയിലേക്ക് പോകും. അതായത് എന്നെ കണ്ട് എനിക്ക് പോലും തിരിച്ചറിയില്ലായിരുന്നു. ഉം, എനിക്ക് ഐബ്രോസ് ഇല്ല, ഐലാഷസ് ഇല്ല, ഹെയർ ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ തകർന്നു പോയതാണ്. പിന്നെ ഞാനത് ഓവർകം ചെയ്തെടുക്കാൻ ഒരുപാട് ഇതിട്ട്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ തൊട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ഇപ്പോൾ അത് എൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ മാത്രം ആ ഒരു കമൻറ്റിൽ ഇത് പറഞ്ഞു. അപ്പോൾ അത് പറയാറുണ്ട്. പിന്നെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. കാരണം ഉം, ഇത്രയും വയ്യാണ്ടിരുന്നിട്ട് ഇയാൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നൂടെ? എന്തിനാ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് എന്തിനാ? പെൺകുട്ടികളുള്ളതല്ലേ, അവർക്ക് കല്യാണം അങ്ങനെയൊക്കെ ഉം, ഒരുപാട് ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അസുഖം ഉണ്ടോ? ഉം, അത് സിമ്പതി കിട്ടാനാണോ? ഇവർക്കാണോ അസുഖം? ഉം, അങ്ങനെ ഉം, ലൈക്ക് പിന്നെ മെയിൻലി എനിക്ക് ബോഡി ഷേമിങ് നല്ല രീതിയിൽ. കാരണം എനിക്കിതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റീരോയിഡ്സ് ഒരു 12 ആഴ്ച കണ്ടിന്യൂസ് കുത്തിയിട്ടായിരുന്നു. എനിക്ക് വീക്കിലി കീമോ ആയിരുന്നു. നമുക്കിവിടെ മന്ത്ലി അല്ലേ, അവിടെ ബാംഗ്ലൂർ എനിക്ക് വീക്കിലി ഒരു 12 മൊത്തം 16 കീമോ ഉണ്ടായിരുന്നു. അതിലൊരു 12 വീക്കിലി പോയി. അപ്പം നമ്മുടെ ബോഡി പിക്കപ്പ് ആയിട്ടിരിക്കാനും അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് കീമോ ചെയ്യാൻ പറ്റില്ല. ആ ഒരു കണ്ടീഷനായിരുന്നു. അപ്പോൾ 12 ആഴ്ചയും അവർ നമ്മളെ ഇൻജെക്ട് ചെയ്ത് സ്റ്റീരോയിഡ്സ് ഇൻജെക്ട് ചെയ്ത് അതിലെനിക്ക് 2 സൈഡ് എഫക്റ്റ് വന്നത്. ഒന്ന് ഈ വെയിറ്റ് ഗെയിൻ വന്നു. സുഖമായിട്ട് 25 കിലോയ്ക്ക് മേലെ കൂടിയിട്ടുണ്ട്. ഉം, 25 ഉം, കിലോ. അത് ദൈവസഹായിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ഈ കൈ ഈവൻ എനിക്ക് കുത്താൻ പോലും പറ്റില്ല. അപ്പോൾ അത് വെച്ച് നമുക്ക് യോഗ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് മെഡിസിൻ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ കുറയ്ക്കാൻ വലിയ പാടാണ്. ഉം. ഇപ്പോഴും അത് കഴിഞ്ഞിട്ടും ഞാൻ ഓറൽ കീമോ കഴിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ അതിൻ്റെയും സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഒരിടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ ചോദിച്ചു, ഈ കുട്ടിക്ക് ശരിക്കും ക്യാൻസർ ഉണ്ട്, ഇവരെന്തെങ്കിലും തടിച്ചിരിക്കണം, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വിയേർഡായിട്ടുള്ള കുറേ ഇങ്ങനെ അവരുടെയൊക്കെ വിചാരം ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആകെ ക്ഷീണിച്ച് തളർന്ന് ഒരു കൺസെപ്റ്റ് ഉണ്ടാവില്ല നമുക്കൊരു രോഗി എന്ന് പറയുമ്പോൾ. അതിൽ നിന്നും കുറച്ച് ഇതായിട്ട് നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ ക്രിറ്റിസിസം വന്നിട്ടുണ്ട്, നെഗറ്റീവ് കമൻസ് ഒന്നും വന്നില്ല. പക്ഷെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഇതായിട്ട് ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഇത് ചോദിക്കുന്ന കേൾക്കാം, ഇങ്ങനെ ഒരുങ്ങി നടക്കുന്നതിലെ പ്രശ്നം പറയുന്ന കേൾക്കാം, ഇങ്ങനെ എന്തിനിങ്ങനെ സംസാരിച്ച് നടക്കുന്നു, ഇതിങ്ങനെ വിളിച്ചു കൂവി നടക്കുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, അത് വിളിച്ചു കൂവി നടക്കുന്നതല്ലല്ലോ, നമുക്ക് പറ്റിയൊരു അബദ്ധം. കാരണം എനിക്കുണ്ടായ നഷ്ടം മറ്റൊരാൾക്ക് ഉണ്ടാവരുത് എന്ന്. ഇപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക, ഒരു ദിവസം മിനിമം ഒരു 5-10 റിക്വസ്റ്റുകൾ വരും. അതിലൊരുപാട് ഈ പറഞ്ഞ പോലെ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികളും ചെറിയ പെൺകുട്ടികൾക്കൊക്കെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വന്നിട്ടും അവരും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ എന്നെക്കൊണ്ട് ഇത്രയേ ഉള്ളൂ, മാറ്റർ ഓഫ് ടൈം. അതായത് ഞാൻ ഇപ്പോഴും ഒരു ഫോട്ടോ ഇടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പഴയ മുടിയില്ലാത്ത ഫോട്ടോയും അതും വെച്ചിട്ടേ ഞാൻ ഇടാറുള്ളൂ. കാരണം നമ്മൾ അങ്ങനെയല്ല ഒരു മോട്ടിവേഷൻ കൊടുക്കേണ്ടത്. അതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് ഇതാക്കിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ അത് അങ്ങനത്തെ ഫോട്ടോയൊക്കെ എന്തിനാ ഇടുന്നതെന്ന് വെച്ചാൽ അതല്ലേ മോട്ടിവേഷൻ വെച്ചാൽ ഇതായിരുന്നു ഞാൻ, ഇപ്പൊ ഇങ്ങനെയാണ്, നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് തിരിച്ചു വരാം എന്ന് എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതല്ലേ മോട്ടിവേഷൻ. അല്ലാതെ നമ്മൾ എന്തായിരുന്നു, അല്ലെ നമ്മുടെ എന്താ പറയാ കാണാൻ പറ്റാത്ത ഫോട്ടോസ്, നമ്മളിങ്ങനെ മുടിയില്ലാത്ത ഫോട്ടോസ് ഇങ്ങനെ എന്താ പറയാ നമ്മൾ ഇതാക്കി ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മോട്ടിവേഷൻ കൊടുക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കിപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് ഇങ്ങനെ വന്നിട്ടുണ്ട്, ഒരു കുട്ടി, ചേച്ചി എൻ്റെ ജീവൻ രക്ഷിച്ചു ചേച്ചി, അങ്ങനെയൊക്കെ. എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അതേപോലെ കുറച്ച് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. നെഗറ്റീവ് കമന്റ്സ് അത് അവിടെ കിടക്കുക. അതിപ്പോൾ ഞാൻ പറയട്ടെ, എന്ത് കാര്യമാണെങ്കിലും അതിനെ 2 രീതിയിൽ കാണുന്ന ആൾക്കാർ അല്ലേ. അപ്പോൾ നമ്മൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ സമയം കാണുള്ളൂ. ഈ പറഞ്ഞ പോലെ എനിക്ക് നെഗറ്റീവായിട്ടല്ല, എനിക്ക് വിഷമം വരുന്ന കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാറില്ല. ഞാനത് പാടെ വിട്ടേക്ക്. എനിക്ക് എന്ത് സന്തോഷം കിട്ടുന്നു, ന്യായമായിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ തെറ്റ് ചെയ്യാണ്ട് നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ, അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യാന്ന്.